ശ്രീനാരായണേതി സർവം സമർപ്പയാമി. നമസ്കാരം. ഞാൻ വിജേന്ദ്രകുമാർ എം, ശിവഗിരി സംരക്ഷണ സംഘം ചെയർമാൻ. വയനാട് പരമാത്മാവിൽ വിലയം പ്രാപിച്ച സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വയനാട് പുനരധിവാസത്തെപ്പറ്റി ഒരു വളരെ ഗൗരവതരമായ നിർദ്ദേശം സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്നത്. വയനാട് മരണപ്പെട്ടു പോയവർ അനുഭവിച്ച വേദനയേക്കാൾ എത്രയെങ്കിലും മടങ്ങാണ് ആ ദുരന്തത്തിൽ നിന്നും മോചിതരായി ഇന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടാർന്ന ഒരു ചുഴിയിലകപ്പെട്ടതുപോലെ അവശേഷിച്ച് ജീവിച്ചിരിക്കുന്നത്. അവർക്ക് മരണപ്പെട്ടവരുടെ അനുഭവവും അതിലേറെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയും ഭാവിയിലേക്കുള്ള തങ്ങളുടെ ജീവിത വ്യഥകളോർത്തുള്ള മാനസിക പ്രയാസവും കൊണ്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആ ദുരന്തത്തിൽ നിന്നും അതിജീവിച്ചവരാണ്. അവരെ ഇനിയും അഭയാർത്ഥികളായി അലയുവാനും മറ്റുള്ളവരുടെ ദയയ്ക്ക് വിട്ടുകൊടുത്ത് നോക്കിയിരിക്കുക എന്ന് പറയുന്നത് കേരള സമൂഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ കേരളത്തിലുടനീളം ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്. അതിൽ പൂർത്തീകരണ സ്റ്റേജിലുള്ള ഫ്ലാറ്റുകൾ എന്നും ഒത്തിരി അനവധിയാണ്. ഒരു കെട്ടിട സമുച്ചയത്തിൽ തന്നെ 200 300 ഒക്കെ ഫ്ലാറ്റുകളാണ് ഒരേ സമയം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. വയനാടത്തെ മുഴുവൻ ജനത്തെയും, ഒരാൾ മാത്രമുള്ളവർക്ക് 1 ബെഡ്റൂം, 2 ബെഡ്റൂം ആവശ്യമുള്ളവർക്ക് 2 ബെഡ്റൂം ഫ്ലാറ്റ്, 3 ബെഡ്റൂം ആവശ്യമുള്ളവർക്ക് 3 ബെഡ്റൂം ഫ്ലാറ്റ്, ഇങ്ങനെയൊക്കെ തന്നെ വിതരണം ചെയ്യാൻ സാധിക്കത്തക്ക വിധമുള്ള എണ്ണം, ഒരുപക്ഷെ എറണാകുളത്ത് തന്നെ അത്രയധികം എണ്ണം ഫ്ലാറ്റുകൾ സർക്കാർ വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ആ ഫ്ലാറ്റ് നിർമ്മാതാക്കൾക്ക് ചിലവായ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അതായത് അവർ മാർക്കറ്റ് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് 8,000 12,000 ഒക്കെയാണ്. ഒരുപക്ഷെ ഒരു 3,000 4,000 രൂപയ്ക്ക് അങ്ങേപ്പുറം കൺസ്ട്രക്ഷൻ കോസ്റ്റ് പോകാൻ സാധ്യത തീരെ കുറവാണ്. സർക്കാരിൻ്റെ മെഷീനറി ഉപയോഗിച്ച് അത് വർക്കൗട്ട് ചെയ്ത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് അപ്പോൾ തന്നെ അവർക്ക് വിതരണം ചെയ്ത് ആ ഫ്ലാറ്റ് ഏറ്റെടുത്ത് ഈ ദുരന്തം സംഭവിച്ചവർക്ക് ഒരു ദിവസം വൈകാതെ അവരെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്ന ശക്തമായ ആവശ്യം ശിവഗിരി സംരക്ഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉന്നയിക്കുകയാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളോ കെട്ടിടങ്ങളോ ഒക്കെ ഏറ്റെടുക്കാൻ സർക്കാരിന് നിയമം നിലവിലുണ്ട്. ഇനി അഥവാ ഇല്ല എങ്കിൽ പോലും നിയമം നിർമ്മിക്കാൻ വേണ്ടിയാണ് നാം നിയമനിർമ്മാണ സഭയിലേക്ക് MLA-മാരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഫ്ലാറ്റ് ഉടമകൾക്കും നഷ്ടം വരാൻ പാടില്ല. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പുതിയ സ്ഥലവും അത് പണിയാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക. ഫ്ലാറ്റിന് പൈസ അടച്ച് ബുക്ക് ചെയ്തിരിക്കുന്ന ക്ലയന്റുകളെല്ലാം സുമനസോടുകൂടി പുതിയ ഫ്ലാറ്റ് വരുന്നത് വരെ കാത്തിരിക്കാൻ അവർ തയ്യാറാകും. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സർക്കാർ, അതിൻ്റെ തലവൻ ശ്രീ പിണറായി വിജയൻ സഖാവ്, നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി, അദ്ദേഹം കൊറോണ കാലത്ത് ചെയ്തതുപോലെ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി എത്ര തുക ഇതിലേക്ക് ദുരിതാശ്വാസ ഫണ്ടായിട്ട് സംഭാവന കിട്ടിയിട്ടുണ്ട്, അതിൽ എത്ര ഫ്ലാറ്റ് എടുക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം ഇത്ര ഫ്ലാറ്റുകൾ എടുത്തു, അതിൽ ഇത്ര എണ്ണം വിതരണം ചെയ്തു, ഇത്ര ആൾക്കാർ ഇതിനകത്ത് ഭവൻ രഹിതര ആയിരുന്നവരെ സ്വന്തം ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു, അതിന് ഇത്ര രൂപയായി, അവർക്ക് 6 മാസത്തേക്ക് ഭക്ഷണം, വസ്ത്രം, മെഡിക്കൽ എയ്ഡ് തുടങ്ങിയവ കൊടുക്കാൻ ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞാൽ പണം ഒഴുകും. 8,000-ലധികം ആൾക്കാരെ ഈ ദുരന്തം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. കേരളത്തിലെ 3.5 കോടി ജനതയും ഈ 8,000 പേർക്ക് സഹായിക്കാൻ മനസ്സോടുകൂടി നിൽക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ മോഹൻലാൽ, അദ്ദേഹം
അവിടെ എത്തുകയും ശ്രീ മോഹൻലാലിന്റെ പിതാമഹന്റെ പേരിലുള്ള ട്രസ്റ്റ് വഴി 3 കോടി രൂപ അദ്ദേഹം സംഭാവന കൊടുക്കാമെന്ന് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പുറമെ അവിടുത്തെ ഒരു സ്കൂള്, അവിടെ മുമ്പ് ദുരന്തമുണ്ടാകുമ്പോഴൊക്കെ റീഹാബിലിറ്റേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന തകർന്നുപോയ ഒരു സ്കൂള് പുതുക്കി പണിയാമെന്ന് കൂടി അദ്ദേഹം ഓഫർ വെച്ച സമയത്ത് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം അർത്ഥോക്തിയിൽ നിർത്തി. ഈ 3 കോടി രൂപ കൊടുത്തു, ഇനിയും ഞാൻ തരാൻ തയ്യാറാണ്, പക്ഷേ ഈ കിട്ടിയ തുകകൾ എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി. മാന്യനായതുകൊണ്ട് ശ്രീ മോഹൻലാൽ കൂടുതൽ വിവാദമായ കാര്യത്തിൽ പോകാത്തതാണ്. നമ്മുടെ ഭരണകൂടം ഈ കിട്ടുന്ന തുകകൾ എടുത്ത് കിറ്റും ഹെലികോപ്റ്ററും ഉൾപ്പെടെ വാങ്ങി ഈ പ്രവർത്തനത്തിനെ അട്ടിമറിക്കുകയാണെങ്കിൽ അതവർക്ക് മുമ്പ് എങ്ങും ചെയ്തതുപോലെ ആയിരിക്കത്തില്ല. വലിയ ദുരന്തം അവർക്ക് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനിപ്പോ പറഞ്ഞതുപോലെ ഈ ദുരന്തം സംഭവിച്ചവരെല്ലാം ഒരാഴ്ചക്കകത്ത് റീഹാബിലിറ്റ് ചെയ്യാൻ, അവർക്ക് സ്വന്തം ഭവനം കൊടുത്താൽ, അവരുടെ ദുഃഖം പകുതിയാക്കാൻ സാധിച്ചാൽ, അവരുടെ ആശങ്കകൾ അകറ്റാൻ സാധിച്ചാൽ, നമുക്ക് വളരെ എല്ലാവർക്കും അത്യധികം സന്തോഷമാവുകയും പിണറായി വിജയൻ സഖാവിന് അടുത്ത ഒരു ടേൺ കൂടി ഭരണത്തിൽ തുടരുകയും ചെയ്യാം. അതല്ല, ഈ പൈസയിൽ നിന്നും കിറ്റും ഹെലികോപ്റ്ററും വാങ്ങിക്കാനാണ് തുനിയുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ, എൻ്റെ സ്ഥലത്തിനടുത്തുള്ള ഒരു മാത്തിക്കാവ് എന്നുള്ള സ്ഥലത്ത് കുരങ്ങുകളെ പിടിക്കാൻ വേണ്ടി ഒരു കെണി വയ്ക്കും. അത് കരിക്ക് ചെറിയ ഹോളിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. കരിക്കിനകത്തുള്ള ആ വഴുമ്പൽ മുഴുവൻ കുരങ്ങ് കൈയിട്ട് അത് വഴിച്ചെടുക്കുകയും ആ മർക്കട മുഷ്ടിയിൽ പിടിച്ചുകൊണ്ട് ഊരാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് കരിക്കും കൊണ്ട് അത് വിടാതെ മുറുക്കി പിടിച്ചേക്കുക. അതിനാണ് മർക്കട മുഷ്ടി എന്ന് പറയുന്നത്. അത് കുരങ്ങനെ കരിക്ക് കുരുക്കായി മാറുകയും കുരങ്ങനെ പിടിച്ച് കാട്ടിൽ കൊണ്ടുപോകാൻ നാട്ടുകാർക്ക് സാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരും. അതുപോലെ ഇതിൽ കൈയിട്ട് വരാൻ ശ്രമിച്ചാൽ പിടി വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത്യധികം ശ്രദ്ധയോടുകൂടി ഈ ഫണ്ട് എല്ലാ ദിവസവും ഇത്ര രൂപയായി, ഇനി ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞാൽ പണം ഒഴുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവരെ റീഹാബിലിറ്റ് ചെയ്യാൻ ഇത്ര രൂപയായി, അവർക്ക് ഇത്ര ഭക്ഷണം കൊടുക്കാൻ ഇത്ര വേണം, മെഡിക്കൽ എയ്ഡ് ഇത്ര വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യം എല്ലാ ദിവസവും വന്ന് ഒരു 7 ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ മതി. 10 ദിവസത്തിനകം, 7 എന്ന് പറയുന്നത് 7+3, ഈ 10 ദിവസത്തിനകം മുഴുവൻ പേരെ റീഹാബിലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പറയുന്നത് അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഗവൺമെന്റ് തുനിഞ്ഞാൽ അത് എന്തായിരിക്കും, എത്ര കാലവിളംബം ഉണ്ടാവുമെന്ന് നമുക്കറിയാം. വീടുകൾ വെച്ചു കൊടുക്കുമെന്ന് പലരും പറഞ്ഞു. ഒരു വീട് വെക്കണമെങ്കിൽ എത്ര സമയം വേണം? ഏറ്റവും മിനിമം, ഇനി അതിദ്രുതമായിട്ട് ചെയ്താൽ പോലും 3 മാസം ഏറ്റവും കുറഞ്ഞത് വേണം. അത്രയും കാലം ഈ ദുരന്തത്തിന്റെ പീഡ ഏറ്റവരെ എല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലോ മറ്റാരുടെയെങ്കിലും വീടുകളിലോ മറ്റ് സംവിധാനങ്ങളിലോ മനസ്സുരുകി കഴിയേണ്ടി വരും. ആ മരിച്ചു പോയിരുന്നെങ്കിലും അവർ വിചാരിച്ചു പോകുന്ന ഒരു സ്ഥിതി ആയിരിക്കും വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ആ കാലവിളംബം കൊണ്ടുണ്ടാവുന്നത്. ഞാനിവിടെ നമ്മുടെ നാട് ഹൈവേ കടന്നു പോകുന്ന സ്ഥലം ഞാൻ ഒന്ന് സൂചിപ്പിച്ചു പോകാം. ഒരു ഉദാഹരണം, മംഗലപുരം എന്ന് പറയുന്ന ജംഗ്ഷൻ, അവിടുത്തെ ഇപ്പോഴ് ആ ഹൈവേ കടന്നു പോയപ്പോൾ തന്നെ മുഖം പോയ കടകളും മുഖം പോയ വീടുകളും മുഖം പോയ വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം കിടക്കുന്ന ആ നേരത്തെ ഒരു ടൗൺഷിപ്പ് ആയിരുന്ന ആ മംഗലപുരം എന്ന സ്ഥലം ഇന്ന് ചിന്ന ഭിന്നമായി. ഒരു റോഡ് കടന്നു പോയപ്പോഴുള്ള ചിന്ന ഭിന്നമായ ടൗൺഷിപ്പ് നിലവിലുണ്ടായിരുന്നത് ഞാൻ ആലോചിക്കുകയും ചെയ്തു, സർക്കാർ പ്ലാൻ ചെയ്ത് പുതിയൊരു ടൗൺഷിപ്പ് ഇവിടെ കൊണ്ടുവരാൻ എന്ത് ഈസി ആയിട്ട് സാധിക്കും, അതിന് ധിഷണശക്തിയും മനസ്സിലുള്ള വിഷനും മാത്രം മതി എന്ന് ആലോചിച്ചു. ഒരു നാടാകെ ഒലിച്ചുപോയ സ്ഥലത്ത്, പിന്നും പ്രളയബാധിത ഭീഷണിയുള്ള സ്ഥലത്ത്, വയനാട് ആകെ പരിസ്ഥിതി ലോല പ്രദേശമെന്ന് മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം ഒന്നുകൂടി ആവർത്തിച്ച് നമ്മൾ ഓർമ്മിപ്പിച്ച സ്ഥലത്ത് വീണ്ടും വീടും ടൗൺഷിപ്പും ഒക്കെ വയ്ക്കാൻ പോകുന്ന സർക്കാരിന്റെ തീരുമാനം അത്യന്തം പ്രതിഷേധാർഹമാണ്, അത്യന്തം അബദ്ധജടിലമാണ് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, സർക്കാർ ഫ്ളാറ്റുകൾ ഏറ്റെടുത്ത് അടിയന്തരമായിട്ട് ഈ ദുരന്ത ബാധിതരെ അവരെ പുനരധിവസിപ്പിക്കണം. അതിന് 3.5 കോടി ജനവും കൈ അയച്ച് ഈ സർക്കാരിനെ സഹായിക്കുമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. എല്ലാവർക്കും ഗുരുദേവ അനുഗ്രഹം അളവില്ലാതെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.